Welcome to our channel Minu's Tiny Craft. ഇന്ന് നമ്മൾ ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ കേരള പിറവിയുടെയൊക്കെ ഒരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇവിടെ ഒക്കെ ഒന്നൊരു ഫേഡിങ് ഉണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല, നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ തന്നെ അതങ്ങ് ശരിയായി കിട്ടിക്കോളും. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ഗ്ലാസ് പെയിൻറ്റിൻ്റെ ഔട്ട്ലൈനറാണ്, ബ്ലാക്ക് കളറിൽ. ഇതിന് ഏകദേശം ഒരു 20 രൂപയൊക്കെ കാണുള്ളൂ. നമ്മുടെ ആ സെറ്റിൻ്റെ അകത്ത് തന്നെ കിട്ടും. നമ്മുടെ ഗ്ലാസ് പെയിൻറ്റ് വാങ്ങിക്കുന്നതിൻ്റെ അകത്ത് തന്നെ കിട്ടുന്നതാണിത്. അപ്പം നമുക്കൊരു കഥകളിയാണ് ഞാൻ വരയ്ക്കുന്നത്. നമ്മൾ അത്ര എക്സ്പേർട്ടൊന്നുമല്ല വരയ്ക്കാൻ, എന്നാലും നമ്മുടെ ഒരു ആഗ്രഹം കൊണ്ട് നമ്മളൊന്ന് വരയ്ക്കുന്നതാണ്. അപ്പം അതൊന്ന് ഈസി ആയിട്ട് എങ്ങനെയൊന്ന് വരയ്ക്കാമെന്നാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ ഈ വരയ്ക്കുന്ന പോലെ ഒന്ന് നോക്കി വരച്ചാൽ മതി. ആ ഒരു കഥകളിയുടെ വലിയൊരു പാടൊന്നും നമുക്ക് വരുന്നില്ല. ഈസി ആയിട്ട് നമുക്കിങ്ങനെ വരച്ചെടുക്കാം ഇതെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ. ഇനി ഞാൻ നമ്മുടെ അക്രലിക് പെയിൻറ്റിൻ്റെ ആ ക്യാപ്പൊന്ന് എടുത്തിട്ടുണ്ട്. ആ വട്ടം ഒന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. വരയ്ക്കാൻ അറിയാവുന്നവർക്കൊക്കെ ഈസി ആയിട്ട് അങ്ങ് വരച്ചെടുക്കാം. ഞാനൊരു ഷേപ്പ് ആയിക്കോട്ടെ എന്നോർത്തെടുത്താണ്. ഇനി നമുക്ക് അകത്തുള്ള ഇതൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. കുറച്ചും കൂടിയൊക്കെ നമുക്ക് നമുക്കിതുപോലെ ഒന്ന് തെറ്റിപ്പോക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ഇതുപോലെ ബഡ്സ് എടുത്തൊന്ന് തുടച്ചാൽ മതി, അത് പോയി കിട്ടുമേ. ഒന്ന് വെള്ളത്തിലൊന്ന് ചെറിയതായിട്ടൊന്ന് തൊട്ടിട്ടോ ഒക്കെ ഒന്ന് അന്നേരം തന്നെ നമുക്കിത് പെട്ടെന്ന് റേസായി കിട്ടും. നമുക്കിത് വേണമെങ്കിൽ വലിയ സൈസിലും ഒക്കെ ചെയ്യാം. നമുക്ക് നമ്മുടെ കുപ്പിയുടെ ഒരു സൈസിനനുസരിച്ചാണ് കുഞ്ഞതാക്കിയെന്നേ ഉള്ളൂ. ഇവിടെയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, പെട്ടെന്ന് നമുക്ക് ഒരു കഥകളിയുടെ ഒരു ഏകദേശം ലുക്കൊക്കെ നമുക്ക് കിട്ടി വന്നിട്ടില്ലേ. അപ്പം എളുപ്പമാണ് അങ്ങനെ വരയ്ക്കാൻ. വലിയ അറിയണമെന്നൊന്നും ഇല്ലാത്തവർക്കും നമുക്ക് വരച്ചെടുക്കാമെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണേ. പിന്നെ ഇനി നമുക്ക് കളറിങ് പരിപാടിയാണ്. നമ്മുടെ പച്ച കളർ നമുക്ക് അടിച്ചു കൊടുക്കുകയാണ് നമ്മൾ. ഇനി ഇങ്ങോട്ടൊക്കെ അടിക്കുന്ന കളറൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്കൊക്കെ ഏകദേശം ഒരു ഇതിൻ്റെയൊക്കെ ലുക്കിൽ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. പിന്നെ ഉണ്ട്, ഇവിടെയൊക്കെ ഞാൻ ഗോൾഡും ഒക്കെയാണ് അടിച്ചു കൊടുക്കുന്നത്. ഗോൾഡ് അടിച്ചപ്പോഴത്തേന് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ടൊരു എടുപ്പ് തോന്നിയില്ല, പക്ഷേ എല്ലാം ആയി വന്നപ്പോഴത്തേന് നല്ലൊരു ലുക്ക് വരുന്നുണ്ട്.
കണ്ണിൻ്റെ അവിടെയൊക്കെ നിന്ന് കുറച്ചും കൂടെ ഡാർക്കാക്കി നമുക്ക് കൊടുക്കാം. കണ്ടോ, നല്ലൊരു ലുക്ക് നമ്മൾ കളർ അടിച്ച് വരുമ്പോഴൊക്കെ വരുന്നില്ലേ. ഇനി നമുക്ക് കുപ്പിയുടെ ബാക്കിയുള്ള അവിടെയൊക്കെ നമുക്ക് വേറെ കളർ എന്തെങ്കിലുമൊക്കെ കൊടുത്തെടുക്കാം. നമുക്ക് ഞാനീയൊരു മജന്ത കളറാണ് ഞാൻ കൊടുക്കുന്നത് കുപ്പിയുടെ ഭാഗത്തൊക്കെ. ഞാൻ ആദ്യമേ ബോർഡർ ഭാഗം ഒന്ന് ബ്രഷ് വെച്ച് കൊടുത്തിട്ട് ബാക്കി ഞാൻ സ്പോഞ്ച് വെച്ച് ഡാബ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട് ഞാൻ, അതൊന്ന് നമുക്ക് കുപ്പിയിലോട്ടൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവേ. ഇനി ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഒരു കളറും കൂടെ കൊടുക്കുന്നുണ്ട് മൂട് ഭാഗത്തിനൊക്കെ. ഇതൊന്നും കാര്യമായിട്ട് വരച്ചിട്ടൊന്നുമല്ല, ഒന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ കഥകളി ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഒരു ലുക്കൊക്കെ ഇല്ല ഏകദേശം നമുക്ക്. നമ്മുടെ വലിയ വരച്ച് എക്സ്പേർട്ടൊന്നും അല്ലാത്തവർക്ക് ഇതുപോലെയൊക്കെ വരച്ചെടുക്കാം. നമുക്ക് ട്രൈ ചെയ്തൊക്കെ നോക്കുക. പിന്നെ ലൈക്കും ഷെയറൊക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം പുതിയ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാലും നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് അപ്പം തന്നെ കിട്ടുമല്ലേ. അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.